KSRTC ചലോ ആപ്പ് നിലവിൽ വരും. ഇപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല, സിറ്റിയിലെ മാത്രമല്ല. ഇപ്പോൾ സിറ്റിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ കാസർഗോഡ് ഒരു വണ്ടി എപ്പോഴാണ് അവൈലബിൾ ആകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നൊരു വണ്ടി എപ്പോൾ ഇവിടെ എത്തും, എല്ലാം കാണാൻ പറ്റും. ഒരു എൻക്വയറി കൗണ്ടർ, ഇപ്പോൾ പല സ്ഥലത്തും എൻക്വയറി കൗണ്ടർ നിർത്തിയോ എന്നൊക്കെ പലരും ചോദിക്കുന്നു. എൻക്വയറി കൗണ്ടറിൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ മൊബൈൽ ഫോൺ തന്നെയാണ് KSRTCയുടെ എൻക്വയറി കൗണ്ടർ. ഷാർപ്പ് ടൈം അറിയാം, സീറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാം. അപ്പം ഒരുവിധം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ ആപ്പിലുണ്ടാവും. നമുക്ക് സ്വയമായിട്ട് ചെയ്യാം. പല ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, 6 ലാംഗ്വേജ് ഉണ്ട് അല്ലേ, 6 ലാംഗ്വേജിൽ ഉപയോഗിക്കാം. പിന്നെ ഈ ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടി ഉപയോഗിക്കത്തകതയിൽ അപ്പോൾ എൻക്വയറി കൗണ്ടറൊക്കെ ഇരുന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ബസ് ഓടിക്കാൻ ഒരു കണ്ടക്ടറും ഡ്രൈവറും പോയാൽ നമുക്ക് പൈസ കിട്ടും. ഈ എൻക്വയറി കൗണ്ടറിൽ ഒരാളിരുന്നാൽ ഈ കണ്ടക്ടറുടെ ശമ്പളം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനം അതുകൊണ്ടില്ല. KSRTCക്ക് അങ്ങനെ ഒരു കളി ഇനി കളിക്കാൻ സമയമില്ല. 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് സർക്കാർ KSRTC ശമ്പളം കൊടുക്കുന്നത്. അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല. 1-ാം തീയതി അവധിയാണെങ്കിൽ 31-ാം തീയതി വരെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരു സഹകരണം ഉണ്ടായിക്കൊള്ളുക. കാരണം വേറെ ഒന്നുമല്ല, ഒരു 100 കോടി രൂപയ്ക്ക് ഒരു മാസം ശരാശരി 30 മുതൽ 40 ലക്ഷം രൂപ പലിശ കൊടുക്കേണ്ടി വരും. ഈ പണം KSRTCയിൽ നിന്ന് ലാഭിച്ചേ പറ്റുള്ളൂ. ചിലവ് കുറച്ച് കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ പണവും കൂടി നമുക്ക് ചിലവാണ്. അതൊന്നും താങ്ങാനുള്ളൊരു ശക്തി ഇപ്പോൾ KSRTCക്ക് ഇല്ല.